തന്നെ ഞാൻ സെയിം ഫീൽഡിൽ തന്നെ എനിക്ക് ജോബിലോട്ട് കയറാനും എനിക്ക് പറ്റി. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈവ് ട്രെയിനിങ് മാത്രമല്ല, ഇൻ പേഴ്സൺ ട്രെയിനിങ് ഉണ്ട്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ഒരു ജോബിന് കയറാനുള്ള എല്ലാ കാര്യവും ഇതിപ്പം പഠിക്കാനായിട്ട് SEOയിൽ പഠിക്കാനായിട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഒരു ട്രെയിനിങ് ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പല പല ഫീൽഡുകളുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏകദേശം ഒരു 10-12 പേര് ആണ് വലിയ ബ്രാൻഡുകളിലൊക്കെ. ഒരുപാട് ഈ വലിയ CV ഒന്നും ലോങ് CV ഒന്നും റിക്രൂട്ടേഴ്സ് നോക്കാറില്ല. സോഷ്യൽ മീഡിയയും സെർച്ച് എൻജിൻസ് ഒന്നും ഒട്ടും അഡ്വാൻസ്ഡും അല്ല. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. UK വന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ചും അതേപോലെ കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സെഷൻ. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഷിബിൻ ബ്രോനെ. സ്മാഫ് ടോക്ക് എന്നൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് മച്ചാൻ. അപ്പോൾ ആള് വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ പറ്റിയും നിങ്ങൾക്ക് വെച്ച് ഇൻഫർമേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. മച്ചാനെ പറയൂ കാര്യങ്ങളൊക്കെ. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അതായത് ഞാൻ എന്താ പറയുക, ഈ ഒരു മീഡിയ ഫീൽഡിൽ നിൽക്കാൻ കുറച്ച് ആയി. ഇപ്പോൾ നമ്മുടെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് പുഷ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് മാർക്കറ്റിംഗ് സാധനങ്ങൾ പ്രത്യേകിച്ച് ഡിജിറ്റലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കുകളും അതിൽ UK സ്കോപ്പും അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഡിജിറ്റലി നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് സ്ട്രാറ്റജിയും എന്ത് ആക്ടിവിറ്റിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. സിമ്പിളായിട്ട് അതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ഓർഗാനിക് ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുണ്ട്. ഇതൊരു വലിയ ടോപ്പിക്കാണ്, നമുക്കൊരു ചെറിയ വീഡിയോയിൽ തീരുന്നതല്ല. എന്നാലും ഒരു ഓവറോൾ അവർക്കൊരു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ. അപ്പം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ലെവലിൽ പൊക്കിക്കൊണ്ടിരിക്കുവാണ്. UK ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയാലും ഗ്രാജുവേഷൻ, അതായത് മാസ്റ്റേഴ്സിനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് പേര് അതിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ജോബ് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഹയറിങ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് പല ഫീൽഡിൽ. ഇപ്പം സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആളുകളൊക്കെയാണോ അതോ ഫ്രഷേഴ്സിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? എക്സിക്യൂട്ടീവ് ലെവൽ തൊട്ട് മാനേജർ ഹെഡ് ലെവലിൽ വരെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടും അല്ലെങ്കിൽ UK ഡിപ്പെൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ വരുന്നവർക്കും ഇവിടെ ആ ഓപ്പർച്യൂണിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജോബ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് സ്പോൺസർഷിപ്പ് ചാൻസും അങ്ങനെയൊക്കെ ഉണ്ടോ ഈ ജോബിൽ? സ്പോൺസർഷിപ്പ് ചാൻസും ഉണ്ട്, പക്ഷെ അത് നമ്മൾ പ്രൂവൺ ആയിരിക്കണം. ആ ഒരു കമ്പനിയിൽ കയറുന്നതിന് മുന്നേ നമ്മൾ സ്പോൺസർഷിപ്പ് ഒന്നും ചോദിക്കാതെ നമ്മൾ കയറി വർക്ക് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് നമ്മുടെ ക്വാളിറ്റി നമ്മുടെ സ്കില്ല് നമ്മൾ ചെയ്ത് കാണിച്ച് കൊടുത്തിട്ട് വേണം. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ കമ്പനീസും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല, അത് ഏത് ഫീൽഡിലാണെങ്കിലും. അപ്പോൾ ഈ നിങ്ങൾ ഇത്ര നാളായിട്ട് ഇപ്പോൾ എത്ര നാളായി നാട്ടിൽ വർക്ക് ചെയ്യുന്നു? ആ ഒരു പ്രൊഫഷണലായിട്ട് എത്ര നാളായി? ഞാൻ 2014 മുതൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. അപ്പോൾ അന്നെന്നൊക്കെ പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബൂമിംഗ് ആണ്. അത് ആർക്കും അറിയാത്തൊരു ഫീൽഡാണ്. അത്രയും സോഷ്യൽ മീഡിയയും സെർച്ച് എൻജിൻസ് ഒന്നും ഒട്ടും അഡ്വാൻസ്ഡും അല്ല. പക്ഷേ 2014 ശേഷം പല ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ UK വരുന്നത് 2020-ലാണ് വരുന്നത്. 21 ഒരു 2 മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ സെയിം ഫീൽഡിൽ തന്നെ എനിക്ക് ജോബിലോട്ട് കയറാനും എനിക്ക് പറ്റി. അത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എൻ്റെ നാട്ടിലെ എക്സ്പീരിയൻസും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പല എബ്രോഡ് പ്രോജക്ട്സിന് വർക്ക് ചെയ്തത് വെച്ചിട്ട് ആണ് എനിക്കിവിടെ കിട്ടാൻ പറ്റിയത്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് എല്ലാം ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നിട്ട് ജോബ് കിട്ടിയ ഒരുപാട് കൊളീഗ്സ് ഉണ്ട്. അതിൽ പലർക്കും സ്പോൺസർഷിപ്പ് കിട്ടിയവരും ഉണ്ട്, കിട്ടാത്തവരും ഉണ്ട്. ഇപ്പോൾ ഈ ഫീൽഡിൽ ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂ, ഇപ്പോൾ ഈ സെയിം പ്രൊഫഷനിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ ഒരു ഫ്രഷർ ഇവിടെ പഠിച്ച MSc അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്ത ആളുകൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ അതിന് വേണ്ടി എന്താ പറയുക പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ CV ക്രിയേറ്റ് ചെയ്യാൻ അതിനൊക്കെ എന്തെങ്കിലും ടെക്നിക്സോ എന്തെങ്കിലും ടിപ്സോ നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകൾ കൊടുക്കാറുണ്ടോ? ഷുവർ. അതായത് CV നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ATS ഫ്രണ്ട്ലി CV തന്നെ നമ്മൾ കൊണ്ടുവരണം. മാക്സിമം ഒരുപാട് ലെങ്തി അല്ലാത്ത ഷോർട്ട് 1 പേജ് CV ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. കാരണം ഒരുപാട് ഈ വലിയ CV ഒന്നും ലോങ് CV ഒന്നും റിക്രൂട്ടേഴ്സ് നോക്കാറില്ല. പിന്നെ നമ്മുടെ സ്കിൽസ്, നമ്മുടെ കീവേഡ്സ്, നമ്മൾ എന്ത് ആ ജോബുമായിട്ട് മാച്ചിങ് ഉള്ള കീവേഡ്സ് ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം കറക്റ്റ് ചെയ്യുക. നമ്മൾ എന്ത് റിസൾട്ടാണ് പ്രീവിയസ് കമ്പനിയിൽ ഡെലിവർ ചെയ്തത് അത് ഒരു ന്യൂമറിക്കൽ രീതിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ CV-യിലുണ്ട്. പിന്നെ ലിങ്ക്ഡിൻ മസ്റ്റാണ്. നിങ്ങൾക്കൊരു ജോബ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ കണക്ഷൻസ്, അതേപോലെ ആ ഒരു ഫീൽഡിലുള്ള ആളുകളായിട്ടുള്ള നെറ്റ്വർക്ക്, അതാണ് മെയിനായിട്ട്.
അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ UK വന്നു കഴിഞ്ഞിട്ട് ഈ കോഴ്സ് എടുത്ത് പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആവുന്ന കുട്ടികൾക്ക് ഇവർക്ക് ശരിക്കും ഇവിടുത്തെ UK ട്രെൻഡും അല്ലെങ്കിൽ ഈ ഗ്ലോബലി വരുന്ന ഇതായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഭവം ഉണ്ടോ ശരിക്കും? അന്ന് സത്യം പറഞ്ഞാൽ നാട്ടിലെ മാർക്കറ്റിംഗ് സ്റ്റൈലും ഇവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റയർലി ഡിഫറെൻ്റ്. അതെ, നാട്ടിലെ വർക്ക് കൾച്ചർ ആയാലും നാട്ടിൽ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആയാലും ഇതുമായിട്ട് ഇവിടുത്തെ സ്ട്രാറ്റജീസും ഇവിടുത്തെ മാർക്കറ്റ് കണ്ടീഷനുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതിന് ഏറ്റവും ഒരു നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന ഒരാൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞാലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ, ഒരു ഷോർട്ട് കോഴ്സ്, ഒരു ഏരിയ ഡിഫറെൻ്റ് ആയിട്ട് സർട്ടിഫിക്കേഷൻ, ചെറിയ ചെറിയ കോഴ്സുകൾ, പിന്നെ അല്ലെങ്കിൽ ലെവൽ 3 എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ ഒക്കെ എടുക്കാം. ഇത് UK സർട്ടിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് ചാൻസസ് എംപ്ലോയേഴ്സ് നോക്കുമ്പോൾ ഓക്കെ നമുക്ക് UK മെത്തേഡ്സും ആ ഒരു സ്ട്രാറ്റജീസ് എല്ലാം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവിടുത്തെ കണ്ടീഷൻസുമായിട്ട് ഇവർ അഡാപ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് നമുക്ക് ബൂസ്റ്റപ്പാണ്. നമുക്ക് ഇവിടെ വന്നൊരു സർട്ടിഫിക്കേഷൻ എടുത്തു, അതും നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ്. ശരിക്കും ഇവിടെ ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ മാത്രമാണോ നോക്കുന്നത്, അവരുടെ സ്കില്ലാണ് നോക്കുന്നത്? സ്കില്ലാണ് നോക്കുന്നത്, അതായത് സ്കില്ല്. ഓക്കെ, അവർ സ്കില്ല് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഫീൽഡിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നുള്ളത് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ നോർമൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ്, കുറച്ച് സ്റ്റോറിയൊക്കെ ബ്ലാ 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 അടിച്ചാൽ ചിലപ്പോൾ മേ ബി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുമായിരിക്കും. പക്ഷേ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ വർക്കിലേക്ക് പോകുമ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യണം. അതിൻ്റെ സ്ട്രഗിളിങ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ? അതായത് ഷിബിൻ ബ്രോ ആദ്യമായിട്ട് ഈ ഒരു വർക്കിൽ UK വന്ന് ജോയിൻ ചെയ്തപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്, അതാണ് ശരിക്കും. എനിക്ക് ഇൻ്റർവ്യൂ വന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 സെറ്റ് ഓഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്രൂട്ടർ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ റിക്രൂട്ടർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ വിസ സ്റ്റാറ്റസ് ചോദിക്കും, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എല്ലാം ചോദിച്ച് ആ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ആയിട്ട് നമ്മുടെ CV നമുക്ക് മാച്ചിങ് ആണോ, നമ്മുടെ സ്കില്ല് മാച്ചിങ് ആണോ എന്നുള്ളവർ ചെക്ക് ചെയ്യും. ആ ഒരു ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ടെക്നിക്കലൊന്നും ചോദിക്കത്തില്ല അവർ. അത് കഴിഞ്ഞ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടെക്നിക്കൽ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ടെക്നിക്കൽ റൗണ്ട് ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ടെക്നിക്കലി ഉള്ള കാര്യം മാത്രമല്ല ചോദിക്കുന്നത്. അതൊരു 40-50% ഉണ്ടെങ്കിൽ അടുത്ത 50% അവരുടെ ബിസിനസ്സിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് അതിൽ എനിക്ക് അഡാപ്റ്റ് ആകാൻ പറ്റുമോ, അവരുടെ കമ്പനിനെ പറ്റി അറിഞ്ഞിരിക്കണം, എന്താണ് അവരുടെ പ്രൊഡക്റ്റ്, വെബ്സൈറ്റ് അറിയണം, സോഷ്യൽ മീഡിയ എല്ലാം അറിയണം, ബാക്കിയെല്ലാം ഹാൻഡ്ലിംഗ് അറിയണം, അതിന്റെ ടെക്നിക്സ് അറിയണം. ഇതെല്ലാം ഫലിപ്പിച്ചാലാണ് ഫൈനൽ കൺവേർഷൻ. കുറച്ച് ഇന്റർവ്യൂ കുറച്ച് ടഫ് തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അവർ ഹാപ്പി ആണെങ്കിൽ അവർ ഒരു ടാസ്ക് നമുക്ക് തരും ചെയ്യാൻ. അപ്പോൾ ആ ടാസ്ക് തന്ന് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ അതിനൊരു ടൈം ലൈൻ തരും. ഇത് ചെയ്തതിന് ശേഷം അവർ അതിനൊരു വീണ്ടും ഒരു മീറ്റിംഗ് ആണ്, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒന്നും ചിലപ്പോൾ അവരുടെ പ്രിമൈസ് ഓഫീസിലോട്ട് വിളിച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിരിക്കും. അതിൽ അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം എല്ലാ ഒരു സിറ്റുവേഷനും നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമുക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ചുമ്മാ എന്തെങ്കിലും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അപ്പിയർ ചെയ്യാനും, പിന്നെ അതേപോലെ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ സ്കില്ല് പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ ഒരു കഴിവ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റാണ്. ലാംഗ്വേജ് മസ്റ്റാണ്. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഭയങ്കര ബ്രിട്ടീഷ് ആക്സെൻ്റ് അല്ല അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ലാംഗ്വേജ് മനസ്സിലാവണം, ഇങ്ങനെയുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഫീൽഡുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ഏജൻസീസിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിരിക്കും. അപ്പോൾ അവിടെ എല്ലാ ഏജൻസി സ്റ്റാഫുകളും എല്ലാവരും അങ്ങനെ. അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയറക്റ്റ് കമ്പനിയിൽ കയറുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ രണ്ടിൻ്റെയും ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസും വ്യത്യാസമായിരിക്കും. പിന്നെ ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ആവശ്യമുണ്ട്. ഏത് ഇൻഡസ്ട്രി എടുത്താലും ആവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഇതായിരിക്കും, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന അതായിരിക്കും, SEO ചെയ്യുന്ന സെർച്ച് എഞ്ചിനിൽ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ അവർ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലായിരിക്കും കൂടുതൽ. അപ്പം പല പല ഫീൽഡുകളുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏകദേശം ഒരു 10-12 പേര് ആണ് വലിയ ബ്രാൻഡുകളിലൊക്കെ മിനിമം വർക്ക് ചെയ്യുന്നത്. ശരിക്കും ആളുകൾക്ക് ഈ SEOയിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ശരിക്കും എന്താണ് SEO എന്ന് എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശരിക്കും SEO എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുക, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലേ? ശരിക്കും അതെന്താണ് കൺസെപ്റ്റ്? നമ്മുടെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും, ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ. ഇപ്പോൾ
ഒന്നും ഒരു ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല, ഈ കോഴ്സ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിലേക്ക് പതുക്കെ സ്റ്റെപ്പ് വെക്കാം. അതെ. ഇല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ. ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു 7 years ആയിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് SEOയിലാണ്. അപ്പം ഞാൻ SEO എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഇല്ലെങ്കിൽ ഈവൻ ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, സെർച്ച് എഞ്ചിനിൽ നമ്മൾ അതിനെ ദ ബെസ്റ്റ് സൊല്യൂഷനിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെയാണ് SEO എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിനെയാണ്. അപ്പം അത് നമ്മൾ പല മെത്തേഡ്സ് ഉണ്ട്, അൽഗോരിതംസ് ഫോളോ ചെയ്യണം, സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഗൂഗിൾ ഫോളോ അപ്പ് ചെയ്ത് മാത്രമാണ് ഈ സെർച്ച് എഞ്ചിൻ ഇത് ചെയ്യുന്നത്. ബിങ് ഉണ്ട്, ഇപ്പം വേറെ സെർച്ച് എഞ്ചിൻ ഉണ്ട്, ബിങ് സെർച്ച് എഞ്ചിൻ ഉണ്ട്. ഗൂഗിൾ, ഓഫ് കോഴ്സ് ഗൂഗിളാണ് ഏറ്റവും ലീഡിങ് നിൽക്കുന്നത്. പിന്നെ DuckDuckGo ഉണ്ട്, യാഹു ഉണ്ട്, പല സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ഈവൻ ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി, DeepSeek, ഇതും ഏകദേശം ഒരു സെർച്ച് എഞ്ചിൻ്റെ മെത്തേഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിലും നമ്മൾ ഒപ്റ്റിമൈസ്ഡ് ആവണം. നമ്മൾ അതിൻ്റെ അകത്ത് അതായത് ഇപ്പൊ യൂട്യൂബ് ആവട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ ആവട്ടെ, അതിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിക്ക്, ഇപ്പൊ എൻ്റെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ ആ ബ്രാൻഡ് ആദ്യം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ SEO വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് മാച്ചിങ് ആയിട്ടുള്ള കീവേഡ്സ്, അതാണ് നിങ്ങൾ ബെസ്റ്റ് കീവേഡ്സ് ആയിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് SEO വച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള കീവേഡ്സ് ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാരൻ ചെയ്യുന്നതിലും പ്രൊഫഷണലി സംഭവങ്ങളിലായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതെ. അപ്പം അത് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് അതിൻ്റെ അകത്തുണ്ട്. കോമ്പറ്റേറ്റീവ് അനാലിസിസ്, കീവേഡ് റിസർച്ച്, ഇതൊക്കെ ഇനിഷ്യലി ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഓഡിറ്റൊക്കെ ഉണ്ടാക്കി അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ വെബ്സൈറ്റിലുള്ള ഇഷ്യൂസൊക്കെ കാണിച്ച് അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. എന്നാലേ ഒരാൾ കീവേഡ്, ആ റെലവൻറ്റ് കീവേഡ് വെച്ച് സെർച്ച് ചെയ്താൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇങ്ങനെ നമ്മളൊരു പ്രപ്പോസലൊക്കെ ബിൽഡ് ചെയ്ത് അവർ ക്ലയൻറ്റ് ഹാപ്പി ആയതിനു ശേഷമായിരിക്കും നമ്മൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതൊരു ലെങ്തി പ്രോസസ്സാണ്. പിന്നെ ഷെഫീഖ് ബ്രോ ചോദിച്ചതുപോലെ ഇതിപ്പം പഠിക്കാനായിട്ട് SEOയിൽ പഠിക്കാനായിട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ നമ്മുടെ ഒരു ട്രെയിനിങ് ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടുതലും അത് ഉപകാരപ്പെടുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റേഴ്സ് ഇവിടെ പഠിക്കാൻ പറ്റും. അതോടൊപ്പം ഈവൻ ബിസിനസ് മാനേജ്മെൻറ്റ് ഡിഗ്രി, ഇപ്പം MBA, IBM, അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ലോജിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിന് വേണ്ട ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഐഡിയയും കൂടെ അവർക്ക് വേണം. ഒരു ബിസിനസ് എന്താണ് വർക്ക് ചെയ്യണമെന്നും കൂടെ അറിയണം. അപ്പോൾ ഈ ഒരു ഫീൽഡിലുള്ളവർക്കൊക്കെ ഞാൻ ട്രെയിനിങ് ആൻഡ് മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈവ് ട്രെയിനിങ് മാത്രമല്ല, ഇൻ പേഴ്സൺ ട്രെയിനിങ് ഉണ്ട്. അപ്പം നമ്മുടെ ഓഫീസിലൊന്ന് എൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാം. നമ്മൾ ഒരു ലൈവ് പ്രോജക്റ്റിൽ പഠിപ്പിച്ച് തരും. അത് ഒരു 3 months ഒരു പ്രോസസ്സാണ്. കാരണം SEO എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരല്ല. അപ്പോൾ കുറച്ച് നമ്മൾ ആക്ടിവിറ്റി കണ്ട് അതിൻ്റെ റിസൾട്ട് പ്രോഗ്രസീവായിട്ട് പഠിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ എൻഡ് ഓഫ് ദ ഇത് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ പോകുമ്പം നിങ്ങളുടെ 3 months കൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഒരു ജോബിന് കയറാനുള്ള എല്ലാ കാര്യവും അത് ക്ലിയർ ആയിരിക്കും. കാരണം ജോബ് എന്ന് പറയുന്നത് നമ്മൾ കയറുമ്പം അവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് എന്തൊക്കെ റെഫറൻസസ് തരും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ അതെല്ലാം ചെയ്ത് ലൈവ് പ്രോജക്റ്റിലൊക്കെ പഠിച്ച്. അതായത് ആളുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു തപ്പി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിൽ വരില്ല. നിങ്ങൾക്ക് ഒരു ലൈവ് പ്രൊജക്റ്റിലേക്കാണ് ഡയറക്റ്റ് നിങ്ങളെ പഠിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് എക്സ്പീരിയൻസ് ആക്കി തന്നിട്ടാണ് ദെൻ നിങ്ങളുടെ അവരുടെ CV പ്രിപ്പറേഷൻസ് ബാക്കി സംഭവങ്ങളിൽ സപ്പോർട്ട്. അത് ഫൈനൽ സെഷനിൽ CV, LinkedIn, അതോടൊപ്പം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരും, അത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ആ ഒരു സെഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഇവിടെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ആരും അത് ട്രൈ ചെയ്യുന്നില്ല, ആ ഒരു കോഴ്സ് കഴിഞ്ഞ് ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കേരള അല്ലെങ്കിൽ ഇന്ത്യ ബേസ്ഡ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റി UK ഉണ്ടാക്കിയെടുക്കുക. അതാണ് നിങ്ങളുടെയും ആളുടെ പുതിയ സംരംഭം. എന്താ കമ്പനിയുടെ പേര്? നമ്മുടെ ട്രെയിനിങ് ആയിട്ട് നമുക്കൊരു കമ്പനി ആയിട്ടല്ല, ഞാൻ പേഴ്സണലി എന്റെ ചാനൽ എന്നുള്ള രീതിയിൽ എന്റെ ചാനലിൽ. അപ്പൊ എന്താണ് കൂടുതലും ഈ ചാനലിൽ പറയുന്നത് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫോർമേറ്റീവ് ആയിട്ട് കണ്ടന്റ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ്, കരിയർ കോച്ചിങ് റിലേറ്റഡ്. അതായത് ഒരു ഞാൻ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് വർക്ക് ചെയ്തെല്ലാം CV, LinkedIn, ജോബ് പ്രിപ്പറേഷനുള്ള മെൻറ്റർഷിപ്പ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു വൈഡ് ഏരിയയിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല, എനിക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുക എന്നുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേറൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ കയറിയാലും
അല്ലെങ്കിൽ നിങ്ങൾ ആ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേറെ അവരുടെ ജോലിയിൽ നിന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി വരുന്ന എന്താ പറയുക ജനറേഷന് ഭയങ്കര സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. ഇനി വരുന്ന ഇയേഴ്സിൽ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു 2 years ബാക്കിലുള്ള സോഷ്യൽ അല്ല മീഡിയ ഇപ്പോൾ അത് സത്യം അത് ട്രാൻസ്ഫോം ആവുന്നത് പോലെ നമ്മൾ അപ്ഡേറ്റഡ് ആകും. അതെ, വേർഷൻസ് ടെക്നിക്സ് മാറ്റുക, പിന്നെന്താ ഒരു കോമൺ ഐഡിയാസ് മാറ്റി പിടിച്ചിട്ട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ക്രിയേറ്റീവ് ഐഡിയാസ്. അപ്പോൾ അത് വരും. അപ്പോൾ ക്രിയേറ്റീവ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് തന്നെ മൊത്തത്തിൽ ഒരു സൈഡ് ക്രിയേറ്റീവ് ആണ്, ഒരു സൈഡ് ടെക്നിക്കൽ ഉണ്ട്. അപ്പോൾ ആളുടെ വീഡിയോസ് നിങ്ങൾ കയറി കാണുക. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ എല്ലാം അതിൻ്റെ വേർഷൻസ് അപ്ഡേറ്റഡ് ആണ്. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ലിങ്ക് ഫുൾ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിലും താഴെ കൊടുക്കാം. അപ്പോൾ ഷിബിൻസ് മാഫ് ടോക്ക് എന്ന ഇൻസ്റ്റഗ്രാം ID നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. എന്തായാലും ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഇതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും UK വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിൽ ചാനൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കണ്ട, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.